ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അല്ലെ, കുറെ ആയല്ലേ നമ്മളൊക്കെ കണ്ടിട്ട്. അപ്പോ പുതിയൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്തെന്ന് വെച്ചാല്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കൃത്യമായി ഇരുന്ന് കണ്ടാൽ മക്കളെ ഉറപ്പിച്ചോളൂ, 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഉറപ്പാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ ഒരു ക്ലാസ് മിസ്സാക്കരുത്. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ് വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക. വെൽക്കം ബാക്ക് ടു അനദർ ജോഗ്രാഫി ക്ലാസ്. ഓക്കെ, നമുക്ക് തുടങ്ങാലോ. യെസ്, തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോർഷൻ ആയ ടൈപ്സ് ഓഫ് വിൻഡിനെ കുറിച്ചിട്ടാണ്. വിവിധ തരം കാറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡിയല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് അധികം സമയം വെറുതെ ചെലവഴിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, വിവിധ തരം കാറ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ഈ വിവിധ തരം കാറ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കാറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, നമ്മളെല്ലാം പഠിച്ചിട്ട് എന്താണ് കാറ്റ് എന്ന് അറിഞ്ഞാൽ മോശമല്ലേ? അപ്പോ എന്താണ് കാറ്റ് എന്ന് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ വായു ഉണ്ട് അല്ലെ? ഈ വായു ചലിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അന്തരീക്ഷത്തിൽ എന്തുണ്ട്? വായു ഉണ്ട്. ഈ വായു എന്ത് ചെയ്തു? സദാ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക മക്കളെ, നമ്മുടെ വായുവിന് 2 തരത്തിലാണ് ചലിക്കുന്നത്. നമ്മുടെ വായു 2 തരത്തിലാണ് ചലിക്കുന്നത്. ഏതൊക്കെയാണ് 2 രീതിയിലുള്ള ചലനം എന്ന് നമുക്ക് നോക്കാം. 2 തരം ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കാറ്റ് ലംബദിശയിൽ ചലിക്കും. അതായത് താഴെ നിന്ന് മുകളിലോട്ട് ചലിക്കും. മനസ്സിലായല്ലോ? അത് ഏത് ദിശയാണ്? ലംബദിശ അല്ലെ? അതിനാണ് നമ്മൾ ലംബദിശ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ, ശ്രദ്ധിക്കുക, ഒന്നിക്കിൽ നേരെ മുകളിൽ അല്ലെങ്കിൽ നേരെ താഴേക്ക് വരും. അതിനല്ലേ നമ്മൾ ലംബദിശ എന്ന് പറയുന്നത്. അപ്പൊ വായുവിന്റെ ലംബദിശയിലുള്ള ചലനത്തെ പറയുന്ന പേരാണ് മക്കളെ വായു പ്രവാഹം അല്ലെങ്കിൽ എയർ കറൻസ്. മലയാളത്തിൽ വായു പ്രവാഹം എന്ന് പറയുന്നു. അതേപോലെ ഇംഗ്ലീഷിലോ എയർ കറൻസ് എന്നാ പറയുന്നത്. അപ്പൊ എന്താണ് വായു പ്രവാഹം എന്ന് പറഞ്ഞാൽ? ലംബദിശയിലുള്ള വായുവിന്റെ ചലനത്തെ നമ്മൾ പറയുന്ന പേരാണ് വായു പ്രവാഹം, അല്ലെങ്കിൽ ദി വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് നോൺ ആസ് എയർ കറൻസ്. ക്ലിയർ ആയല്ലോ? ദി വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് നോൺ ആസ് എയർ കറൻസ്. അതേപോലെ രണ്ടാമത്തെ ഒരു ചലനമുണ്ട്. രണ്ടാമത്തെ ചലനം ഏതെന്ന് ചോദിച്ചാല് കാറ്റിന്റെ തിരശ്ചീനമായ ചലനം. എങ്ങനെയാണ് തിരശ്ചീന ചലനം എന്ന് പറഞ്ഞാൽ? നോക്കിയതാ, കണ്ടോ? ഇങ്ങനെയുള്ള ചലനം, തിരശ്ചീന ചലനം കണ്ടോ? ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അതേപോലെ എങ്ങോട്ടാണ്? ഇതാ, ഒറ്റ മിനിറ്റ് മക്കളെ. ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ്? അല്ലെ, ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പറയും. അപ്പോ ഇങ്ങനെ നമ്മുടെ കാറ്റിന്റെ അല്ലെങ്കിൽ വായുവിന്റെ തിരശ്ചീനമായ ചലനത്തെ പറയുന്ന പേരാണ് മക്കളെ കാറ്റ്. ഇപ്പൊ എന്താണ് കാറ്റ് എന്ന് മനസ്സിലായല്ലോ? വായുവിന്റെ തിരശ്ചീനമായ ചലനം, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കാറ്റ് എന്ന് പറയുന്നത്. ദി ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് നോൺ ആസ് വിൻഡ്. ദി ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് നോൺ ആസ് വിൻഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇത്രയും കാര്യം പക്ക എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദി വെർട്ടിക്കൽ മൂവ്മെന്റ്സ് ഓഫ് എയർ ഈസ് നോൺ ആസ് എയർ കറൻസ്. ദി ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് നോൺ ആസ് വിൻഡ്. ക്ലിയർ ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് വിൻഡ്. വിവിധ തരം വാദങ്ങൾ ഏതൊക്കെ? ഈ വിൻഡിനെ നമ്മൾ ഒരു മലയാളത്തിൽ വാദങ്ങൾ എന്ന് പറയും. എന്ത് പേര് പറയും? വാദങ്ങൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ വിവിധ തരം വാദങ്ങൾ ഏതൊക്കെ എന്ന് എന്റെ മക്കൾ പഠിക്കണം. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് വിൻഡ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മക്കളെ, നമ്മുടെ വിൻഡ്സിനെ പ്രധാനമായിട്ട് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 4 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് 4 നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് പെർമനന്റ് വിൻഡ്. ഒന്നാമത്തെ വിൻഡിന്റെ പേരെന്താണ്? പെർമനന്റ് വിൻഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ എന്നും കൂടി എന്നെ പറയുന്നുണ്ട്. സ്ഥിരവാദങ്ങൾ. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെയാണ് പീരിയോഡിക് വിൻഡ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഏതാ? പീരിയോഡിക് വിൻഡ്സ്, അല്ലെങ്കിൽ അതിനെ കാലികവാദങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത്തേതാ? ലോക്കൽ വിൻഡ്സ്, അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നു. അഞ്ചാമത്തേതാ? വാരിയബിൾ വിൻഡ്സ്. നാലാമത്തേതാ?
വാരിയബിൾ വിൻസ് അല്ലെങ്കിൽ അതിനെ അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നു. നമുക്ക് വിൻഡിനെ അല്ലെങ്കിൽ കാറ്റിനെ നാലായി തിരിക്കാം, അല്ലെങ്കിൽ വാദങ്ങളെ നാലായി തിരിക്കാം. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പെർമനന്റ് വിൻസ്, അതേപോലെ പീരിയോഡിക് വിൻസ്, ലോക്കൽ വിൻസ്, വാരിയബിൾ വിൻസ്. ക്ലിയർ ആയോ? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാണ്ട്. നമുക്കിതിൽ പഠിക്കാണ്ട്. ഇതാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് പെർമനന്റ് വിൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പെർമനന്റ് വിൻഡ്? ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ എന്താണ് സ്ഥിരവാദങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇത്രയുള്ളൂ മക്കളെ. നോക്കി, എന്താണ് പെർമനന്റ് വിൻഡ് എന്ന് വെച്ചാല് ശ്രദ്ധിക്കുക. പെർമനന്റ് വിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ദി വിൻഡ്സ് ബ്ലോയിങ് കോൺസ്റ്റന്റ്ലി ഓവർ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ത്രൂ ഔട്ട് ദി ഇയർ. ഒന്നുകൂടി പറഞ്ഞേ, എന്താണ് പെർമനന്റ് വിൻഡ് എന്ന് വെച്ചാൽ? ദി വിൻഡ്സ് ബ്ലോയിങ് കോൺസ്റ്റന്റ്ലി ഓവർ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. കണ്ടോ? ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ വീശിക്കൊണ്ടേയിരിക്കുന്ന വിൻഡിനെയാണ് നമ്മൾ പെർമനന്റ് വിൻഡ് എന്ന് പറയുന്നത്. പെർമനന്റ് അല്ലെ? പെർമനന്റ് വിൻഡ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്കൂളില് പെർമനന്റ് ടീച്ചേഴ്സ് ഉണ്ട്, ഡെയിലി വേജ് ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഈ പെർമനന്റ് ടീച്ചേഴ്സ് അവിടെ തന്നെ അല്ലെ, അവിടെ തന്നെ എന്ത് പഠിപ്പിച്ചോണ്ടേ ഉണ്ടാവും. എന്നാൽ ഡെയിലി വേജ് ടീച്ചേഴ്സ് ആണെങ്കിലോ അവർ ഓരോ വർഷം കഴിയുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പെർമനന്റ് വെച്ചാൽ എന്താണ്? സ്ഥിരമായിട്ട് തന്നെ സ്കൂൾ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താ പെർമനന്റ് വിൻഡ് വെച്ചാൽ? ദി വിൻഡ്സ് ബ്ലോയിങ് കോൺസ്റ്റന്റ്ലി ഓവർ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ത്രൂ ഔട്ട് ദി ഇയർ ആർ കോൾഡ് പെർമനന്റ് വിൻഡ്. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശിക്കൊണ്ടിരിക്കുന്ന വിൻഡിനെയാണ് എന്ത് പേര് പറയുന്നത്? കാറ്റിനെയാണ് സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ എന്റെ മക്കൾക്ക്? ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഈ പെർമനന്റ് വിൻഡിനെ ശ്രദ്ധിക്കുക മക്കളെ. നമ്മുടെ ഈ പെർമനന്റ് വിൻഡിനെ മറ്റുള്ള പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. പെർമനന്റ് പേരിനെ മറ്റു ചില പേരിലും കൂടി വിളിക്കപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് സ്കൂളിൽ നമുക്കൊരു പേരുണ്ടാവും അല്ലെ നമ്മളെ സ്വന്തമായിട്ട് പേരുണ്ട്. ഇപ്പൊ അനിൽകുമാർ, അതെ, സ്കൂളിൽ ശരിക്കുള്ള ഒരു പേരുണ്ടാവും. എന്നാൽ വീട്ടിൽ നമ്മുടെ അമ്മമാര് മിസ്റ്റർ അനിൽകുമാർ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ വിളിക്കുവോ? ഒരിക്കലും അങ്ങനെ വിളിക്കൂല അല്ലെ? അപ്പൊ എന്തുണ്ട്? വീട്ടിലൊരു ചെല്ലപ്പേരുണ്ടാവും, സ്കൂളിലൊരു നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ പേരുണ്ടാവും. അതേപോലെ നമ്മുടെ പെർമനന്റ് വിൻഡിന് എന്തുണ്ട്? വേറെ പല പേരുകളും അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേതാണ് പ്രിവൈലിംഗ് വിൻഡ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. അതേപോലെ പ്ലാനറ്ററി വിൻഡ്, ആഗോളവാദങ്ങൾ, പ്ലാനറ്ററി വിൻഡ് എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഉറപ്പല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? റെഡിയല്ലേ? അപ്പൊ ഇത് ആഗോളവാദങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്, സ്ഥിരവാദങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ എന്റെ മക്കൾക്ക്? ഓക്കെ, ഇനി ഇത് എവിടെയാണ് ഇത് വീശുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഭൂമിയെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ എർത്തിനെ ഡിഫറെന്റ് പ്രഷർ ബെൽറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പ്രഷർ ബെൽറ്റിന്റെ ഉള്ളിലാണ് ഈ വിൻഡ്, അകത്താണ് ഈ വിൻഡ് വീശുന്നത് എന്നും കൂടി എന്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി പെർമനന്റ് വിൻഡ്സിന് 3 എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. പെർമനന്റ് വിൻഡിന് 3 എക്സാമ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ട്രേഡ് വിൻഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നു. രണ്ടാമത്തെയാണ് വെസ്റ്റേർലീസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത്തെയാണ് മക്കളെ ധ്രുവീയ പൂർവവാദങ്ങൾ, അല്ലെങ്കിൽ പോളാർ ഈസ്റ്റേർലീസ് എന്ന് പറയുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? പ്ലാനറ്ററി വിൻഡിന് 3 എക്സാമ്പിൾ ഉണ്ട്. ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ. രണ്ടാമത്തേതാ? വെസ്റ്റേർലീസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ. മൂന്നാമത്തേതാണ് മക്കളെ ധ്രുവീയ പൂർവവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റേർലീസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡ് വിൻഡിന്റെ ആ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ മക്കൾ എന്ത് ചെയ്യണം അറിയോ? മറ്റൊരു പ്രധാനപ്പെട്ട ജനറൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബോർഡിലേക്ക് മാത്രം നോക്കുക. ശ്രദ്ധിക്കുക. ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഒറ്റ മിനിറ്റ്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയുടെ ഒരു ഏകദേശ ചിത്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എന്റെ മക്കൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
നമുക്കറിയാം ഈ ഭൂമിയുടെ നടുക്കൊരു വരയുണ്ട്. ഈ ഭൂമിയുടെ നടുക്കൊരു വരയുണ്ട്. ഈ വര നമുക്കറിയാം ഇതാണ് 0 ഡിഗ്രി 0 ഡിഗ്രി ഭൂമധ്യരേഖ അല്ലെ. 0 ഡിഗ്രി അക്ഷാംശ രേഖയെ പറയുന്ന പേരെന്താണ്? എന്താണ് പറയുന്നത്? 0 ഡിഗ്രി അക്ഷാംശ രേഖയെ പറയുന്ന പേരെന്താ? ഭൂമധ്യരേഖ, അല്ലെങ്കിൽ ഇംഗ്ലീഷില് ഇക്വേറ്റർ എന്ന് പറയുന്നു. എന്ത് പേര് പറയും? ഇക്വേറ്റർ. ക്ലിയർ ആയല്ലോ? ഇംഗ്ലീഷിൽ എന്ത് പേര് പറയുന്നു? ഇക്വേറ്റർ. എന്ത് പേര് പറയുന്നു? ഇക്വേറ്റർ. ഇക്വേറ്റർ എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? മലയാളത്തിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നു. ഇനി ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വരകളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുന്നേ എന്റെ മക്കൾ ആദ്യം ഒരു മനസ്സിലാക്കേണ്ടത്, അതിന്റെ തൊട്ട് മുകളില് ഇതാ ഇവിടെ ഒരു വര ഉണ്ട്. അതേപോലെ ഇവിടെയും കുറച്ച് വരകൾ ഉണ്ട്. അപ്പൊ ഭൂമധ്യരേഖ ഉണ്ട്. ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് എപ്പോഴും നല്ല ചൂടായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് എപ്പോഴും ഈ പ്രദേശത്ത് എപ്പോഴും നല്ലൊരു ചൂടായിരിക്കും. ചൂടാവുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും എന്ത് ചെയ്യും? ന്യൂനമർദ്ദം അല്ലെങ്കിൽ ലോ പ്രഷർ ആയിരിക്കും അവിടെ എപ്പോഴും അനുഭവപ്പെടുന്നത്. ആദ്യം മനസ്സിലാക്കാം. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് ഏകദേശം സൂര്യന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ സൂര്യരശ്മി നേരിട്ട് എപ്പോഴും ലംബമായിട്ട് അല്ലെ, വെർട്ടിക്കലായിട്ട് ഫാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ലംബമായിട്ട് പതിക്കുന്ന ഭാഗമാണ് ഭൂമധ്യരേഖാ പ്രദേശം. നേരിട്ട് പതിക്കുമ്പോൾ അവിടെ ചൂട് കൂടുതലായിരിക്കല്ലോ. അപ്പൊ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നല്ല ചൂടായിരിക്കും. അപ്പൊ ഒരു കാര്യം എന്റെ മക്കൾ മനസ്സിലാക്കുക, ചൂട് കൂടുമ്പോൾ അവിടെ മർദ്ദം കുറയും. മനസ്സിലായല്ലോ? എവിടെയാണോ ചൂട് കൂടുതൽ അവിടെ മർദ്ദം കുറയും. എന്തായാലും ക്ലിയർ ആയല്ലോ? അത്രയും കാര്യം ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കറിയാം ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് മർദ്ദം കുറവായിരിക്കും, പ്രഷർ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്വേറ്റർ റീജിയനിൽ പ്രഷർ ലോ ആയിരിക്കും. അതുകൊണ്ട് ആ റീജിയൻ നമുക്ക് പറയുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്താ പേര് പറയുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഇനി അതിന്റെ മുകളിൽ അപ്പുറം രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് ഇത്ര ചൂട് അവിടെ എന്തായാലും ഉണ്ടാവില്ല. മിതമായ ചൂടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ചൂട് ഇതിനേക്കാളും കുറവായതുകൊണ്ട് ഈ പ്രദേശത്ത് എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്ന. ഈ ഒരു പ്രദേശത്ത് എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മേഖലയും പറയുന്ന പേരാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. എന്ത് പേര് പറയുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നാണ് അതിനെ പറയുന്നത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അല്ലെങ്കിൽ മലയാളത്തില് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്തത് വീണ്ടും ഉണ്ട് ഇവിടെ ഒരു വര. അത് നമുക്ക് ഏതെന്ന് നോക്കാം. നമുക്ക് ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെയും ഇതേപോലെ ഒരു വര ഉണ്ട്. അതേപോലെ ഇവിടെയും ഇതേപോലെ ഒരു വര ഉണ്ട്. ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഏത് പ്രഷർ ബെൽറ്റ് ആണ്? ഹൈ പ്രഷർ ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കാരണം എന്താ അറിയോ? ഇവിടെ ഹൈ പ്രഷർ അല്ല, ലോ പ്രഷർ. മാറിപ്പോയേ. ലോ പ്രഷർ ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അവിടെ തണുപ്പാണ്. പക്ഷേ പോളാർ റീജിയനിൽ തണുപ്പാണെന്ന് നമുക്കറിയാം. പക്ഷേ ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഇവിടുത്തെ വായു ഒക്കെ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ചുഴറ്റി എറിയപ്പെടുന്നു. ഇവിടുത്തെ വായുകൾ എന്ത് ചെയ്യുന്നു? ചുഴറ്റി എറിയപ്പെടുന്നു, മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. ക്ലിയർ ആയോ? ഇവിടുത്തെ വായു എല്ലാം പിന്നെ അങ്ങോട്ട് എറിഞ്ഞു പോയാലേ പിന്നെ അവിടെ വേറെ വായു ഉണ്ടോ? അല്ലെ? അപ്പൊ അവിടെ എന്ത് ചെയ്യും? ലോ പ്രഷർ വരും. അപ്പോ ഈ മേഖലയുടെ പേരാണ് മക്കളെ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് അതിനെ പറയുന്നത്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ക്ലിയർ ആയോ? താഴെയുണ്ട് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്, മുകളിലുണ്ട് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇനി വീണ്ടും അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മർദ്ദമേഖലയും കൂടിയുണ്ട്. അത് ഈ ഭാഗമാണ്. ഈ മർദ്ദമേഖലയെ പറയുന്ന പേരാണ്
പോളാർ റീജിയൻ. അപ്പൊ അവിടെ എപ്പോഴും നല്ല തണുപ്പല്ലേ, തണുപ്പ് കൂടുമ്പോ അവിടെ ഹൈ പ്രഷർ അല്ലേ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞു ചൂട് കൂടുമ്പോഴാണ് ലോ പ്രഷർ, തണുപ്പ് കൂടുമ്പോഴോ ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പറയാം പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. എന്ത് പേര് പറയാം? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. എന്ത് പേര് പറയാം? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ക്ലിയർ ആയോ? മലയാളത്തില് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയാം. അപ്പൊ എത്ര എണ്ണം പ്രധാനപ്പെട്ട മർദ്ദ മേഖലകൾ ഏതൊക്കെയെന്ന് എന്റെ മക്കൾ പഠിച്ചില്ലേ? ഒന്നാമത്തെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, രണ്ടാമത്തത് എന്താണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, മൂന്നാമത്തത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, നാലാമത്തതോ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. മലയാളത്തിലാണെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഒന്നാമത്തേതാണ് നടുക്കുള്ളത്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അത് കഴിഞ്ഞ അപ്പുറപ്പുറമുള്ളത് ഏതാ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. മുകളിലേതാണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. നാലാമത്തെയാണ് ഏത് മക്കളെ? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. എന്റെ പൊന്നു മക്കളെ, ഈ മർദ്ദ മേഖലകൾക്കിടയിലാണ് നമ്മുടെ കാറ്റുകൾ, നേരത്തെ പഠിച്ച കാറ്റുകൾ വീശുന്നത്, ബ്ലോ ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ പഠിച്ച കാറ്റുകൾ വീശുന്നത് ഈ മർദ്ദ മേഖലകൾക്കിടയിലാണ്. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ മാറിയോ? റെഡി അല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രേഡ് വിൻഡ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ട്രേഡ് വിൻഡ്, അല്ലെങ്കിൽ അതിന്റെ മലയാളമാണ് എന്താണ് വാണിജ്യവാദങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാല്? ശ്രദ്ധിക്കുക എന്റെ പൊന്നുമക്കൾ, ശ്രദ്ധിച്ചേ. വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാല് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ, ശ്രദ്ധിക്കുക ഇവിടെ ചെറിയൊരു പിന്നെ നമ്മുടെ കയ്യിൽ ചെറിയൊരു തെറ്റുണ്ട്. അത് മാഷ് ശരിയാക്കി തരാം. ചെറിയൊരു തെറ്റാണ് അവിടെ, നമുക്ക് ശരിയാക്കി തരാം. നമുക്ക് ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് നോക്കിയേ. എന്താണ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ? എന്താ ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാല്? ഇത്രയേ ഉള്ളൂ. ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാല് ദി വിൻഡ് ബ്ലോയിങ് ഫ്രം, അല്ലെങ്കിൽ ദി വിൻഡ് ബ്ലോസ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്റെ മക്കൾ നോക്കിയേ, ഇതാ ശ്രദ്ധിക്കുക, ബോർഡിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇവിടെയും ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്, ഇവിടെയും ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അവിടെ പഠിക്കുമ്പോൾ ഒരു കാര്യം എന്റെ മക്കൾ മനസ്സിലാക്കുക, എപ്പോഴും നമ്മുടെ കാറ്റ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കേ വീശുള്ളൂ. ഒരിക്കലും ലോന്ന് ഹൈയിലേക്ക് വീശില്ല. എപ്പോഴും വിൻഡ് ബ്ലോ ചെയ്യുന്നത് ഹൈ പ്രഷർ റീജിയൻ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കാണ്. നമുക്കറിയാം എന്താണ് വിൻഡ് എന്ന് വെച്ചാൽ ദി വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് ദി ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. അതായത് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വീശുന്ന വായുവിനെയാണ് എന്ത് പേര് പറയുന്നത്? കാറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ വിൻഡ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശുള്ളൂ. അപ്പൊ നോക്കിയേ, നമ്മുടെ നടുക്ക് ഇവിടെ നടുക്ക് ഇക്വറ്റോറിയൽ, ഒരു മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റ്, 1 മിനിറ്റ് ശരിയാക്കണം, 1 മിനിറ്റ്, 1 മിനിറ്റ്. ഒന്ന് ഇതുവരെ പഠിച്ചെല്ലാം ഒന്നുകൂടി നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. ഇതുവരെ പഠിപ്പിച്ചെല്ലാം ഒന്നുകൂടി നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയെന്ന് വേഗം നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്ന് വേഗം ഒന്ന് നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്? ആദ്യം നമ്മൾ എന്താണ് എയറിന്റെ 2 മൂവ്മെന്റ്സ് നമ്മൾ പഠിച്ചു. നമ്മൾ 2 മൂവ്മെന്റ്സ് പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? അല്ലെ, പിന്നെന്താ നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ചു അല്ലെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാറ്റുകളൊക്കെ നമ്മൾ നോക്കി. ഇനി നോക്കുക, നമ്മൾ ആദ്യം ട്രേഡ് വിൻഡിനെ കുറിച്ചാണ് നോക്കുന്നത്. എന്താണ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാല്? ദി വിൻഡ്സ് ബ്ലോയിങ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു അല്ലെ, എവിടേക്കാണ് വീശുന്നത്? എവിടെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ശ്രദ്ധിക്കുക, ദി ട്രേഡ് വിൻഡ് ബ്ലോ ഫ്രം subtropical high pressure belt to equatorial low pressure belt. This type of wind is known as trade wind. ഇതിനെയാണ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. എന്റെ മക്കൾ നോക്കിയേ, നടുക്ക് എന്തുണ്ട്? നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? നടുക്ക് എന്തുണ്ട്? ഇതാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്.
അതിന്റെ മുകളിൽ എന്താണ്? ഇതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഈ രണ്ടും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് അതിന് എന്ത് പേര് പറയാം? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയാം. അപ്പൊ എപ്പോഴും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് എപ്പോഴും കാറ്റ് വീശുന്നത്. നോക്കിയേ, ആദ്യം നമുക്ക് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇതാ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യും. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും നമ്മുടെ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. ഈ കാറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ദി വിൻഡ് ബ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ദിസ് ടൈപ്പ് ഓഫ് വിൻഡ് ഈസ് നോൺ ആസ് ട്രേഡ് വിൻഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Then next വെസ്റ്റേളീസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നു. പശ്ചിമവാദങ്ങൾ എന്താണ്? പശ്ചിമവാദങ്ങൾ എന്ന് പറഞ്ഞാല് ഇത്രയുള്ളൂ മക്കളെ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും അതിന്റെ തൊട്ടപ്പുറമുള്ള ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആക്കുക, ഒന്നുകൂടി മനസ്സിലാക്കുക. ഉപോഷ്ണ ഉച്ചമർദ്ദ ഇരു അർദ്ധഗോളങ്ങളിലുമുള്ള, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും, ഇങ്ങോട്ട് നോക്കിയതാ, ഇവിടേക്ക് നോക്കിയേ, ഇവിടെയുണ്ട് ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, താഴെയുണ്ട് ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ക്ലിയർ ആയല്ലോ? ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും അപ്പൊ അതെന്ത് ചെയ്യാ? ആരോ മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ആരോ മാർക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ആരോ മാർക്ക് കൃത്യമായിട്ട് നോക്കണം. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതാ നോക്കിയേ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ശ്രദ്ധിക്കുക, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്, ഇതിനെയാണ് എന്ത് പേര് പറയുന്നത്? പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വെസ്റ്റേളീസ് എന്ന് പറയുന്നത്. എന്താണ് വെസ്റ്റേളീസ് എന്ന് വെച്ചാൽ? ദി വിൻഡ് ബ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഈ കാറ്റിന്റെ ഡയറക്ഷൻ ഏകദേശം നോക്കിയേ. പടിഞ്ഞാറ് ഭാഗത്ത് നല്ലേ, ഇതല്ലേ പടിഞ്ഞാറ് ഭാഗം അല്ലെ? പടിഞ്ഞാറ് ഭാഗത്ത് നല്ലേ? പടിഞ്ഞാറ് ഭാഗത്ത് നിന്നായതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കാറ്റിന് പശ്ചിമവാദങ്ങൾ എന്ന പേര് വന്നത്, വെസ്റ്റേളീസ് എന്ന പേര് വന്നത്. ഈ കാറ്റ് വീശുന്നത് ഏറെക്കുറെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നായതുകൊണ്ടാണ് ഈ കാറ്റിന് വെസ്റ്റേളീസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്ന പേര് വന്നത് എന്നും കൂടി എന്റെ മക്കൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് വെസ്റ്റേളീസ് എന്ന് പറഞ്ഞാല്? ദി വിൻഡ് ബ്ലോസ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്ക് നോക്കുക, ഇതാണ് ശരി. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? അപ്പൊ നമ്മള് വാണിജ്യവാദങ്ങൾ ഫസ്റ്റ് പഠിച്ചു അല്ലെ? വാണിജ്യവാദങ്ങൾ, ട്രേഡ് വിൻഡ്, വാണിജ്യവാദങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചു. ഈ വാണിജ്യവാദം ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാണ്ട്, ഈ ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റില്ലേ, മധ്യരേഖാ പ്രദേശമില്ലേ, അവിടെ വെച്ച് രണ്ടും കൂട്ടിമുട്ടും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളും സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളും, ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളും ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളും രണ്ടും മധ്യരേഖാ പ്രദേശത്ത് വെച്ച് കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടുന്ന ആ പ്രദേശത്തെ പറയുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. മനസ്സിലായല്ലോ? അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ഇതാണ് ഈ മേഖലയെ പറയുന്ന പേര്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? റെഡി എന്ന് വിചാരിക്കുന്നു. ഇതിന് അടുത്ത ഒന്നുണ്ട്, ധ്രുവീയ പൂർവവാദങ്ങൾ. എന്താണ് ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് പറഞ്ഞാല്? ശ്രദ്ധിക്കാൻ എന്റെ മക്കളെ, ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് പറഞ്ഞാല് അല്ലെ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഏറ്റവും മുകളിലുള്ളതാ ഈ ഒരു ഭാഗത്തുള്ള എന്റെ പൊന്നു മക്കൾ ശ്രദ്ധിച്ചതാ, ഈ ഒരു ഭാഗത്ത് അല്ലെ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും
ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് എന്ത് പേര് പറയുന്നത്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത്. ദി വിൻഡ് ബ്ലോസ് ഫ്രം എന്താണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ദി വിൻഡ് ബ്ലോ ഫ്രം പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഏത് ബെൽറ്റ് ആണ്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ദിസ് വിൻഡ് ഈസ് നോൺ ആസ് പോളാർ ഈസ്റ്റേർലീസ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ITCZ ഇവിടെ ഉണ്ട്. എന്താ ITCZ എന്ന് വെച്ചാൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ വേർ ട്രേഡ് വിൻഡ്സ് ഫ്രം നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ കൺവേർജ്. ദിസ് കൺവേർജ് സോൺ ഈസ് നോൺ ആസ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജ് സോൺ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സദേൺ ഹെമിസ്ഫിയറിൽ നിന്നുള്ള രണ്ട് ട്രേഡ് വിൻഡും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ ഭാഗത്തുനിന്ന് കൂട്ടിമുട്ടുന്നു. ആ റീജിയനെ പറയുന്ന പേരാണ് ITCZ, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അപ്പോ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചു? പ്ലാനറ്ററി വിൻഡ്സിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ പെർമനന്റ് വിൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് പെർമനന്റ് വിൻഡ് നോക്കി, പ്രധാനപ്പെട്ട ടൈപ്സ് ഏതൊക്കെയെന്ന് നമ്മൾ നോക്കി അല്ലെ. എന്താണ് പെർമനന്റ് വിൻഡ് നോക്കി, പ്രധാനപ്പെട്ട ടൈപ്സ് നമ്മൾ നോക്കി. ഏതൊക്കെ ടൈപ്സ്? ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ, വെസ്റ്റേർലീസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ, അല്ലെങ്കിൽ ഏതാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റേർലീസ്. പിന്നെ ITCZ കൂടി നമ്മൾ നോക്കി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി എന്താണ് പീരിയോഡിക് വിൻഡ്സ് എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടൈപ്പാണ് പീരിയോഡിക് വിൻഡ്സ്. എന്താണ് പീരിയോഡിക് വിൻഡ്സ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് പീരിയോഡിക് വിൻഡ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാനുണ്ട്. പീരിയോഡിക് വിൻഡ്സ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ മക്കളെ. ദി winds subjected to the periodic reversal of their direction are termed as periodic winds. അതായത് അല്ലെ എന്താണ് ഒരു വർഷം തന്നെ അതെന്ത് ചെയ്തു, അതായത് ഒരു പ്രാവശ്യം വീശുമ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വിപരീത ദിശയിലാവുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് വിപരീത ദിശയിലും കൂടി ഒരിക്കൽ വീശും, പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് വിപരീത ദിശയിലും കൂടി വീശും. അങ്ങനെയുള്ള കാറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പീരിയോഡിക് വിൻഡ്സ് എന്ന് പറയുന്നത്. വിൻഡ് സബ്ജക്റ്റഡ് ടു ദി പീരിയോഡിക്കൽ റിവേഴ്സൽ ഓഫ് ദെയർ ഡയറക്ഷൻ. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പീരിയോഡിക് വിൻഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പീരിയോഡിക് വിൻഡ്സിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ലാൻഡ് ബ്രീസ്, ലാൻഡ് ബ്രീസ് അല്ലെ, അതായത് ലാൻഡ് ബ്രീസും സീ ബ്രീസും, കടൽക്കാറ്റും കരക്കാറ്റും ഇതിനൊരു എക്സാമ്പിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മൗണ്ടെയിൻ ബ്രീസസ് ആൻഡ് വാലി ബ്രീസസ്, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും ഇതിന് ഉദാഹരണമാണ്. അതേപോലെ മൺസൂൺ വിൻഡ്സ്, മൺസൂൺ കാറ്റുകൾ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പീരിയോഡിക് വിൻഡ്സിന് എക്സാമ്പിൾ ആണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടെയിൻ ബ്രീസ്, വാലി ബ്രീസ്, മൺസൂൺ വിൻഡ്സ്. ക്ലിയർ ആയോ? കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, അതേപോലെ പിന്നെ ഏതാ ഉള്ളത്? പിന്നെ മൺസൂൺ കാറ്റുകൾ. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? റെഡി അല്ലേ? പീരിയോഡിക് വിൻഡ്സ് എന്താന്ന് ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ആ പീരിയോഡിക് വിൻഡ്സിന്റെ ടൈപ്സ് നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് കടൽക്കാറ്റ് എന്ന് നോക്കാം. കടൽക്കാറ്റിന്റെ ഇംഗ്ലീഷ് ആണ് സീ ബ്രീസ്. എന്താണ് കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. പകൽ സമയത്ത് കര കടലിനേക്കാൾ വേഗത്തിൽ ചൂടാകുന്നു. പകൽ സമയത്ത് എന്ത് ചെയ്യും? കടലിനേക്കാൾ വേഗത്തിൽ, കര പെട്ടെന്ന് ചൂടാവും. പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? കരയുടെ മുകളിൽ, കരയുടെ ഭാഗത്തിലെ ചൂട് കൂടുതൽ, അപ്പൊ കരയുടെ മുകളിൽ എന്ത് മർദ്ദം വരും? ന്യൂനമർദ്ദം വരും. കടലിലോ? അപ്പൊ ഉച്ചമർദ്ദമായിരിക്കും. അപ്പൊ നോക്കിയേ, കരയ്ക്ക് മുകളിലെ വായു ചൂടായി ഉയരുന്നതിനാൽ അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ ഏത് മർദ്ദം അനുഭവപ്പെടുന്നത്? ഉച്ചമർദ്ദം അല്ലെങ്കിൽ ഉയർന്ന മർദ്ദം അനുഭവപ്പെടും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും എപ്പോഴും കാറ്റ് വീശുന്നത്. ഇവിടെ എവിടെയാണ് ഉച്ചമർദ്ദം, എവിടെയാണ് ന്യൂനമർദ്ദം? കടലിന് മുകളിൽ ഉച്ചമർദ്ദവും കരയുടെ മുകളിൽ ന്യൂനമർദ്ദവും ഉണ്ടാവുന്നു. ഏത് സമയത്ത്? പകൽ സമയത്ത്. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിന്റെ ഫലമായി കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഈ കാറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കടൽ കാറ്റ് എന്ന് പറയുന്നത്. എന്ത് പേര് പറയുന്നത്? കടൽ കാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നോക്കുക, ഇത്രയേ ഉള്ളൂ. പകൽ സമയത്ത് കര കടലിനേക്കാൾ വേഗത്തിൽ ചൂടാവുന്നു. അപ്പൊ കരയുടെ മുകളിൽ നല്ല ചൂടായില്ലേ? ചൂടാകുമ്പോ അവിടെ ന്യൂനമർദ്ദം വരും, കടലിന് മുകളിൽ ഉച്ചമർദ്ദം വരും.
അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന കടലിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന കരയിലേക്ക് പകൽ സമയത്ത് കാറ്റ് വീശും. ആ കാറ്റിനെയാണ് എന്ത് പേര് പറയുന്നത് മക്കളെ? കടൽ കാറ്റ് എന്ന് പറയുന്നത്. നമ്മ ബീച്ചിലൊക്കെ പോയിട്ടാകുമ്പോ പകൽ സമയത്ത് ബീച്ചിലൊക്കെ പോകുമ്പോ കടലിൽ നിന്ന് നല്ല ശക്തമായ കാറ്റ് നമുക്ക് വീശൂലേ, കരയിലേക്ക് വീശൂലേ, അപ്പൊ നമ്മളെ മുടിയിലൊന്നാകെ പാറും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു പകൽ സമയത്തല്ലേ ഇത് സംഭവിക്കുന്നത്. അതെ, അപ്പൊ നോക്കുക, ഡ്യൂറിങ് ദി ഡേ ലാൻഡ് ഹീറ്റ്സ് അപ്പ് ഫാസ്റ്റർ ദൻ ദി സീ. സീയെ കമ്പയർ ചെയ്ത് ലാൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഡേ ടൈമിൽ ഹീറ്റ് ആവുന്നു. ഹീറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ദി വാം എയർ ഓവർ ദി ലാൻഡ് റൈസസ്. അവിടുത്തെ എയർ ചൂടാവുകയും ചൂടായ വായു അല്ലെ, ദി ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്, മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ദി ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓവർ ദി ലാൻഡ് ആൻഡ് ഹൈ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓവർ ദി സീ. സീയുടെ മുകളിൽ ഹൈ പ്രഷറും ലാൻഡിന്റെ മുകളിൽ ലോ പ്രഷറും വരും. അപ്പൊ എന്ത് സംഭവിക്കും? ദി കൂളർ എയർ ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ്. സീയിൽ നിന്ന് ലാൻഡിലേക്ക് ഒരു വിൻഡ് ബ്ലോ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ലാൻഡ് ബ്രീസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ലാൻഡ് ബ്രീസ് വെച്ചാൽ? ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്നത് നൈറ്റ് ആണ്. നൈറ്റ് ആണ് ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലാൻഡ് ബ്രീസ് എന്ന് വെച്ചാൽ. ഡ്യൂറിങ് ദി നൈറ്റ് ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദൻ ദി സീ. പകൽ സമയത്ത് രാത്രി സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാല് കടലിനെ അപേക്ഷിച്ച് കര പെട്ടെന്ന് തണുക്കും. ഇപ്പൊ നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ട് എന്താണ്, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതാണ് ആരുടെ സ്വഭാവം? കരയുടെ സ്വഭാവം. എന്നാൽ ചില ഫ്രണ്ട്സ് ഉണ്ട് എന്താണ്, പതുക്കെ ചൂടാവുള്ളൂ, ആ ദേഷ്യം എപ്പോഴും കുറെ സമയം പിടിച്ചു വെക്കുകയും ചെയ്യും. ആ സ്വഭാവമാണ് ആർക്കുള്ളത്? ജലത്തിന്, സമുദ്രത്തിനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡ്യൂറിംഗ് ദി നൈറ്റ് ദി ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദൻ ദി സീ. സീയെ അപേക്ഷിച്ച് ലാൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യും? കൂളാവും. ലാൻഡ് കൂളായത് എന്ത് സംഭവിക്കും? ലാൻഡിന്റെ മുകളിൽ ലാൻഡിന്റെ മുകളിൽ പ്രഷർ അനുഭവപ്പെടും, ഹൈ പ്രഷർ അനുഭവപ്പെടും. ദി ഹൈ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓവർ ദി ലാൻഡ് ആൻഡ് ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓവർ ദി സീ. As a result, the wind blow from the land to sea. ലാൻഡിൽ നിന്ന് സീയിലേക്ക് രാത്രി സമയത്ത് കാറ്റ് വീശും. ഈ കാറ്റിനെയാണ് എന്ത് പേര് പറയുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. നോക്കിയേ, കരക്കാറ്റ്. രാത്രി സമയത്ത് കര കടലിനേക്കാൾ വേഗത്തിൽ തണുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവും കുറഞ്ഞ മർദ്ദവും അനുഭവപ്പെടും. അപ്പോ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന കടലിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന കരയിലേക്ക് ഒരു കാറ്റ് വീശും. ഈ കാറ്റിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. കരക്കാറ്റ് ഉണ്ടാവുന്നത് രാത്രിയിലാണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. മക്കളെ, ഈ കടൽക്കാറ്റും കരക്കാറ്റും തീരപ്രദേശത്തെ കാലാവസ്ഥയെ എപ്പോഴും മിതമായിട്ട്, ഒരു മോഡറേറ്റ് ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെഡി എന്ന് നിങ്ങൾ വിചാരിക്കുക. റെഡി? ചിത്രമെല്ലാം നോക്കി മനസ്സിലാക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പർവ്വതക്കാറ്റ് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബ്രീസ്. പർവ്വതക്കാറ്റ് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബ്രീസ്. എന്താണ് പർവ്വതക്കാറ്റ് എന്ന് പറഞ്ഞാല്? ഇത്രയേ ഉള്ളൂ മക്കളെ. രാത്രി സമയത്ത് എന്ത് ചെയ്യുന്നു? പർവ്വതച്ചരിവുകൾ താഴ്വരകളേക്കാൾ വേഗത്തിൽ തണുക്കുന്നു. അതായത് രാത്രി സമയത്ത് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നല്ല തണുപ്പുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? അവിടുത്തെ വായുവും നല്ല രീതിയിൽ തണുക്കും. വായു തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വായുവിന്റെ സാന്ദ്രത അല്ലെങ്കിൽ കനം കൂടും. വായുവിന് കനം കൂടി എന്ത് ചെയ്യും? അത് നമ്മുടെ ഈ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴ്വാരത്തേക്ക് എന്ത് ചെയ്യും? താഴ്വാരത്തേക്ക് വീശും. ഈ കാറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. രാത്രി സമയത്ത് പർവ്വതച്ചരിവുകൾ താഴ്വരകളെക്കാൾ വേഗത്തിൽ തണുക്കുന്നു. പർവ്വതത്തിന് മുകളിലെ വായു കൂടുതൽ തണുത്ത് സാന്ദ്രമാകുന്നു. അവിടെ ക്ലിയർ ആക്കണം, സാന്ദ്രമാകുന്നു എന്നാണ് അവിടെ ഉള്ളത്. സാന്ദ്രമാകുന്നു, കൂടുതൽ സാന്ദ്രമാകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? മുകളിൽ നിന്ന് താഴേക്ക് കാറ്റ് വീശും. അതിനെയാണ് എന്ത് പേര് പറയുന്നത്? പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. During the night, the mountain slopes cool faster than the valley. The air over the mountain becomes cool and dense. This cool air flows down the mountain slopes towards the valley. Mountain താഴേക്ക് വീശും. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. എന്ത് പേര് പറയുന്നത്? മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? റെഡിയല്ലേ? ഇനി എന്താണ് താഴ്വരക്കാറ്റ് എന്ന് വെച്ചാൽ? പകൽ സമയത്ത് എന്ത് ചെയ്യും? താഴ്വരകളിലെ വായു ചൂടാവും. താഴ്വരകളിലെ വായു ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും? വായു വികസിക്കും. വായു വികസിച്ച് എന്ത് ചെയ്യും? പർവ്വതത്തിന്റെ ചരിവിലൂടെ മുകളിലേക്ക് വീശും. ഇങ്ങനെ താഴ്വരയിൽ നിന്ന് പർവ്വതത്തിന്റെ മുകളിലേക്ക് വീശുന്ന കാറ്റിനെയാണ് എന്ത് പേര് പറയുന്നത്? താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡ്യൂറിംഗ് ദി ഡേ ദി മൗണ്ടെയിൻ സ്ലോപ്സ് ഹീറ്റ് അപ്പ് ഫാസ്റ്റർ ദാൻ ദി വാലി.
വാലി ലെയർ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചൂടാവുന്നുണ്ട്. ദി എയർ ഓൺ ദി മൗണ്ടെയിൻ സ്ലോപ്സ് ബിക്കംസ് വാം ആൻഡ് റൈസസ്. ദിസ് ക്രിയേറ്റ് ലോ പ്രഷർ ഓൺ ദി സ്ലോപ്സ്. കൂളർ എയർ ഫ്രം ദി വാലി മൂവ്സ് അപ്പ് ദി മൗണ്ടെയിൻ സ്ലോപ്സ്. താഴ്വാരത്ത് നിന്ന് മുകളിലേക്ക് കാറ്റ് വീശുന്നു. അതിനെയാണ് വാലി ബ്രീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? റെഡി ആയല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിക്കൂടാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, റെഡി അല്ലേ? ഇനി ബാക്കി ഇതിന്റെ ഒരു ഭാഗം പാർട്ട് 2 ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. നമ്മൾ പ്രധാനമായിട്ട് A+ ട്യൂഷൻ സെന്റർ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും ഫുൾ A+ കരസ്ഥമാക്കി കൊടുക്കുക എന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ എപ്പോഴും A+ ട്യൂഷൻ സെന്ററിലെ അധ്യാപകരും കൂടെയുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. ഓക്കെ, ബൈ.